നമ്മള് താബോർ അല്ലേ താബോർ ഹിൽസിലാന്നുള്ള ആ കാണുന്ന മലയാണ് പൈതൽ മല. ഭയങ്കര അല്ല അത് കൂർഗ്, അങ്ങോട്ടെല്ലാം കൂർഗാന്ന്. പിന്നെ അങ്ങോട്ടെല്ലാം കൊടൈക്കനാൽ കണ്ട. അപ്പൊ ഈ നടുക്ക് വരുന്നത് പാൽക്കാച്ചി മല. പിന്നെ അതിൻ്റെ അവിടെ കാണണ മുകളിൽ ആടാ അതാണ് മഞ്ഞപ്പുല്ല്. അപ്പം നമ്മളെ നെക്സ്റ്റ് മഞ്ഞപ്പുല്ല്, പൈതൽ മല, പാൽക്കാച്ചി, പിന്നെ കൂർഗ്, കൊടൈക്കനാൽ. അപ്പം നിങ്ങൾക്ക് സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു ധാരണ കിട്ടിയല്ല. അപ്പോൾ നമ്മൾ ആടെ ഇരുന്നിട്ട് തന്നെ അടുത്ത സ്പോട്ടും അടുത്ത ട്രിപ്പിൻ്റെ പ്ലാനും ചെയ്ത് പിന്നെ എണീച്ച് താഴേക്ക് പിന്നെ നടന്നുപോയി. അപ്പോൾ അതിൻ്റെ അടിയിൽ അങ്ങ് താഴേക്ക് ഒരു വഴിയെല്ലാം കാണുന്നുണ്ട്. ഇതാടെ എത്താമെന്നറിയില്ല. നമ്മൾ കുറച്ച് നടന്നതിന് ഏകദേശം സ്റ്റെപ്പ് പോലെല്ലാം ഉണ്ട്. പിന്നെ വെറുതെ കീനത് പിന്നെ തിരിച്ച് കയറേണ്ടതെന്ന് ചോദിച്ചിട്ട് തിരിച്ചു വന്ന്. അപ്പം ഇതുപോലെ നിങ്ങളുടെ കൂട്ടത്തിലായിരിക്കെങ്കിലും രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ ട്രിപ്പ് പോകുന്ന പരിപാടിയെല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ ട്രിപ്പ് പ്ലാൻ ചെയ്യുക. ട്രിപ്പ് പ്ലാനിങ്ങിൽ മാത്രം ഒതുക്കിയെടുത്ത് പോവുകയും ചെയ്യണം. അപ്പോൾ ഈ ട്രിപ്പ് നമുക്ക് ഒറ്റ വേണ്ടിയിരുന്നു. ഇത് ഒരു രാത്രിയാണ് നമ്മൾ പ്ലാനാക്കിയത്. ഇന്നിപ്പോൾ പ്ലാനാക്കിയതിന് നാളെ രാവിലെ നമ്മൾ സ്ഥലത്തെത്തിനേനു. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് നടന്ന് പിന്നെ അവിടെ ഓടി കളിച്ച് അങ്ങനെ ഓടി പിന്നെ നമുക്ക് ഇറങ്ങേണ്ട സമയമായി. നമ്മൾ റിട്ടേൺ. പിന്നെ ഇവിടെ വരണമെങ്കിൽ വേറെ എൻട്രി ഫീ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി താഴെ റോട്ടും വിട്ട് വെക്കുക. റോട്ടുമല്ല അല്ലേ, നിങ്ങളെ ഓഫ് റോഡ് വണ്ടി ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരാം. പിന്നെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ നാട്ടിലേക്ക് ഇട്ട് ഏടാ അഴീക്കോടേക്ക്. അങ്ങനെ നമ്മൾ അവിടുന്ന് വന്ന വഴിയെല്ലാം തിരിച്ചു പോയി. പിന്നെ ബെരുമ എടുത്ത കുറച്ച് ഷോട്ടും കാര്യങ്ങളെല്ലാം. ബെരുമ പോകുമായിട്ടുള്ള ട്രാവലിങ്ങിൻ്റെ കുറച്ച് ഷോട്ടും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കണ്ട കുറേ ജീപ്പാണ്. പിന്നെ മലയല്ല ഫുള്ള് ജീപ്പിനും. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഞാനാ വണ്ടി എടുത്തിന്, തിരിച്ചു വരുമ്പോൾ ഞാൻ ബാക്കിൽ. പിന്നെ നമ്മൾ വേറെ ചിലവാക്കിയിട്ടൊന്നും ഇല്ല. ആകെ പെട്രോൾ അടിക്കാൻ മാത്രമേ ഇതെടുത്തിട്ടുള്ളൂ. പിന്നെ അവിടെ എൻട്രി ഫീയും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടില്ല. നമ്മൾ ബഡ്ജറ്റ് സേവിങ് ട്രിപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും ഇതുപോലെ പോവുക, അത്രയേ ഉള്ളൂ. ഞാൻ ആ ഇടം വരെ എത്താനുള്ള കാരണക്കാർ കുറേ ആൾക്കാരുണ്ട്. കുടുംബത്തിലും ചങ്ങായിമാരായിട്ട് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. പിന്നെ വേറെ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിരുന്ന് ഞാൻ ഐഫോണിലേക്ക് മാറിയതിന് കാരണക്കാരൻ എൻ്റെ അളിയനാണ്, എൻ്റെ എത്താത്തൻ്റെ ഭർത്താവ്. പിന്നെ ഉമ്മ എത്താത്തവരെ അവരെ സപ്പോർട്ടെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ഓക്കെ ബൈ.